ഹലോ നമസ്കാരം, എൻ്റെ പേരാണ് അപർണ ആൻഡ് എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ടാറോ വാരിയർ മലയാളത്തിൽ വെൽക്കം. ഇന്ന് ഞാൻ കാപ്രിക്കോണിന് വേണ്ടിയിട്ട് റീഡിംഗ് ആണ് ചെയ്യാൻ പോണത്. ഇത് ഇന്ന് തൊട്ടിട്ട് എൻഡ് ഓഫ് ജാനുവരി വരെ എനർജീസിനെയാണ് നമ്മൾ ടാപ്പ് ചെയ്യാൻ പോണത്. അപ്പോൾ ആ സമയത്തിന് വേണ്ടിയിട്ടാണ് ഈ റീഡിംഗ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ആൻഡ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിച്ച കമൻസിൽ ഐ ക്ലെയിം എഴുതിയിട്ട് ഈ റീഡിങ്ങിനെ ക്ലെയിം ചെയ്യുക. എന്നുവെച്ചാൽ ഈ എനർജീസിനെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഇതൊരു നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ട് വെച്ചാൽ. അപ്പോൾ കാപ്രിക്കോൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജസ് എന്ന് നോക്കാം. ഇന്ന് തൊട്ടിട്ട് എൻഡ് ഓഫ് ജാൻ വരെ എന്താണ് വരാൻ പോണ നിങ്ങളുടെ ലൈഫിൽ. പേജ് ഓഫ് പെൻറ്റിക്കിൾസ്, 10 of swords, Knight of cups, 4 of cups, 9 of wands, King of swords. അപ്പോൾ നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? ഓവറോൾ എനർജിയാണ് 2 of swords. അപ്പോൾ കാപ്രിക്കോൺ ഇവിടെ ഒരു ചോയ്സ് ഡിസിഷൻ്റെ എനർജിയാണ് ഞാൻ കാണുന്നത്. ഒരു പ്രാക്ടിക്കൽ ആൻഡ് ഇമോഷണൽ ചോയ്സിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഇത് നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്താണ് ഈ ചോയ്സിന്. പക്ഷെ നിങ്ങളുടെ ഡയറക്ഷനിൽ ഒരു പുതിയ ബിഗിനിങ് വരുന്നുണ്ട്. ഇത് ലവിലായിരിക്കാം, ഇത് കരിയറിലായിരിക്കാം. ഇതൊരു പോസിറ്റീവ് ന്യൂ ബിഗിനിങ് ആണ്. കുറേ ബാലൻസ്ഡ്, കുറേ ഗ്രൗണ്ടഡ് എനർജിയാണ് ആൻഡ് ലോങ് ടേമിൽ കുറേ അബണ്ടൻറ്റ് എനർജിയാണ്. അപ്പോൾ ഇതൊരു കരിയർ ഓപ്പർച്യൂണിറ്റി ആണ് വെച്ചാൽ ഫ്യൂച്ചറിൽ കുറേ സക്സസ്ഫുൾ ആവും. ആൻഡ് ഇതൊരു ലവ് എനർജിയാണ് വെച്ചാൽ ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിൽ കൺവേർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ 10 of swords ഉണ്ട് ഇവിടെ. അപ്പോൾ മേ ബി നിങ്ങളുടെ റീസെൻ്റ്ലി ഒരു ഡിസപ്പോയിൻമെൻറ്റ്, ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ടാവും ഒരു റിലേഷൻഷിപ്പിലോ കരിയറിലോ. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും ആ എനർജീന്ന് പുറത്ത് വന്നിട്ടില്ല. ഇപ്പോഴും നിങ്ങൾ സാഡാണ്, ഡിസപ്പോയിൻറ്റഡ് ആണ്, ഹേർട്ടാണ്. ഇവിടെ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് ആ എൻഡിങ്ങിന് നിങ്ങൾ പുറത്ത് വരാൻ നോക്കുകയാണ്, ഹീൽ ചെയ്യാൻ നോക്കുകയാണ്. ഞാൻ റൊമാൻറ്റിക് മെസ്സേജസ് കാണുന്നുണ്ട്. ആരോ നിങ്ങൾക്ക് റൊമാൻറ്റിക് ഓഫർ ഓർ മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ ആ ഓഫറിനെ നോക്കണമില്ല, എന്നുവെച്ചാൽ കൺസിഡറും ചെയ്യണില്ല. എന്നുവെച്ചാൽ നിങ്ങളുടെ മനസ്സ് എവിടെയോ ആണ്, നിങ്ങൾക്കൊരു കാര്യത്തിലും ഇൻട്രസ്റ്റ് ഇല്ലാത്ത മാതിരി. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഇപ്പോഴും ഹീലാണ് ചെയ്യണത്. ഒരു ഹാർട്ട് ബ്രേക്ക്, ഒരു ഡിസപ്പോയിൻമെൻറ്റ്, ഒരു എൻഡിങ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആക്ച്വലി പേടിയുണ്ട്. എന്നുവെച്ചാൽ പുതിയ ഓഫേഴ്സ്, ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നിങ്ങൾ അതിൽ സക്സസ്ഫുൾ ആവുമോ ഇല്ലയെന്ന് ആ പേടി കൂടി ഉണ്ട്. ഫെയിലിയറുടെ പേടിയുണ്ട്. അപ്പോൾ അതും ഒരു ബ്ലോക്കാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കാണുന്നത്. കിങ് ഓഫ് സ്വാർഡ്സ്, ഞാൻ ഒരു പുതിയ പേഴ്സൺ ഇവിടെ കാണുന്നുണ്ട്. അക്വൈറിയസ് എനർജിയാണിത്. ഇവർ അക്വൈറിയസ് അല്ലാച്ചാൽ മേ ബി ഇവർ ലോയർ ഓർ എൽസ് കൗൺസിലർ ആവാം. ഈ പേഴ്സൺ ഫ്രണ്ടും ആവാം. മേ ബി ഇവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ എനർജിയിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ട്. ഇത് വേറെ പേഴ്സണൽ എനർജി അല്ലാച്ചാൽ മേ ബി നിങ്ങളുടെ എനർജി ആയിരിക്കാം. നിങ്ങൾ കുറച്ചുകൂടിയും ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് ബിഹേവ് ചെയ്യണത്. ഇമോഷണലി ആരുടെ കൂടിയും കണക്ട് ചെയ്യണില്ല ഈ സമയത്ത്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് പേടിയുണ്ട്. നിങ്ങൾ ഇമോഷണലി ആദ്യം ഏതെങ്കിലും കരിയർ ഓർ എൽസ് റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ആദ്യം നിങ്ങൾ ഡിസപ്പോയിൻറ്റ് ആവുന്ന ആ പേടിയുണ്ട്. അപ്പോൾ ഈ 2 of swords എന്താണ് ഇവിടെ ചോയ്സ് ഉള്ളത് നിങ്ങൾക്ക്? നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഈ ചോയ്സ് ഞാൻ പറഞ്ഞ മാതിരി ചോയ്സ് അല്ല എക്സാക്ട്ലി. പക്ഷേ ഒരു എൻഡിങ് കഴിഞ്ഞിട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനാണ് നോക്കണത്. പക്ഷേ അത് കുറേ ഒരു സ്ലോ മൂവിങ് എനർജിയാണ്. നിങ്ങൾ ഹീൽ ചെയ്യാൻ നോക്കുന്നുണ്ട്, ഒരു പുതിയ ഡയറക്ഷനിൽ പോകാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതിന് കുറേ സമയം എടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നിങ്ങളുടെ എൻഡിങ് ഉണ്ടായത് അത് കുറേ ഒരു ഡിഫിക്കൾട്ട് സമയമായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ ഡയറക്ഷനിൽ നിങ്ങൾ പോകാൻ നോക്കുന്നുണ്ട്. ഇത് കരിയറിലാവാം, റിലേഷൻഷിപ്പിലാവാം. പേജ് ഓഫ് പെൻറ്റിക്കിൾസ്, ഇവിടെ ഒരു ഓഫർ വരുന്നുണ്ട്, പുതിയ ഓഫർ. പക്ഷേ ഈ എൻഡിങ്, റീസെൻ്റ്ലി ഉണ്ടായ എൻഡിങ്, അതിന് നിങ്ങൾ ഇതുവരെ മുഴുവനെ ഹീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു പുതിയ ബിഗിനിങ് ഡെഫിനറ്റ്ലി വരും. ഈ 10 of swords എന്താണ്? 9 of pentacles. നിങ്ങൾ റീസെൻ്റ്ലി മേ ബി ഒരു ജോബ് വിട്ടു ഓർ എൽസ് ഒരു റിലേഷൻഷിപ്പ് വിട്ടു. ആൻഡ് ആ പെയിൻ ഇതുവരെ ഹീൽ ആയിട്ടില്ല. കുറേ ആൾക്കാർ
നിങ്ങളെ ഓഫറൊക്കെ തരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇതുവരെ അതിനെ സീരിയസ്ലി ആയി നോക്കണില്ല. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോഴും നിങ്ങൾ ഹീലാണ് ചെയ്യണത്. നൈറ്റ് ഓഫ് കപ്സ്, ഇവിടെ ഒരു സെലിബ്രേഷൻ ഉണ്ട്. ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരും. ഈ പേഴ്സണെ നിങ്ങൾ ഓൾറെഡി അറിയാം. അവർ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ആരോ ഒരു പേഴ്സൺ ആണ്. ഓരൽസ് നിങ്ങൾ ഓൾറെഡി പരിചയമുണ്ട്. ഈ പേഴ്സൺ നിങ്ങളെ അറിയണ പേഴ്സൺ ആണ്. പക്ഷെ നിങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. കിങ് ഓഫ് കപ്സ്, സ്കോർപ്പിയോ എനർജി. ഈ പേഴ്സൺ കുറേ മെച്യോർ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്, അണ്ടർസ്റ്റാൻഡിങ് ആണ്. പക്ഷേ നിങ്ങളുടെ സൈഡിൽ നിന്ന് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോഴും ആ പാസ്റ്റ് എനർജി കുറിച്ചാണ്, നിങ്ങളുടെ മനസ്സ് അവിടെയാണ്. സോറി. ആൻഡ് നിങ്ങൾ അത് കണ്ടിട്ട് മേ ബി ഈ പേഴ്സണും നിങ്ങളെ യുനോ വിട്ടുപോകും. എന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജി തന്നെ ഒരു പുതിയ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് റെഡി അല്ല. 9 ഓഫ് വാൻഡ്സ് ഇവിടെ എന്താണ്? ഹൈറോഫാന്റ്. നിങ്ങൾക്കിപ്പോൾ പുതിയ റിലേഷൻഷിപ്പ് ഓർ പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ ഓരൽസ് ഒരു പുതിയ ഓഫർ അക്സെപ്റ്റ് ചെയ്യാനും ഒരു പേടിയുണ്ട്. എന്നുവെച്ചാൽ നിങ്ങളുടെ പാസ്റ്റിലൊരു കുറേ ഡിസപ്പോയിൻറ്റിങ് സമയം ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ടൊരു പേടി വന്നിരിക്കണു, ആ ഫെയിലിയറുടെ പേടി. ഹൈറോഫാന്റ് ടോറസ് എനർജിയാണ്. കിങ് ഓഫ് സോർഡ്സ്, 2 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ എനർജി കുറേ ഇംബാലൻസ്ഡ് ആണ്. പക്ഷേ നിങ്ങൾ കുറേ ഒരു പ്രാക്ടിക്കൽ എനർജിയിലാണ് ഉണ്ടാവാൻ പോണേ. ആൻഡ് 4 ഓഫ് വാൻഡ്സ് ഇവിടെ കാണേണ്ട ഒരു സെലിബ്രേഷൻ ഡെഫിനറ്റ്ലി വരുന്നുണ്ട് നിങ്ങളുടെ സൈഡിൽ, നിങ്ങളുടെ ഡയറക്ഷനിൽ. പക്ഷേ അഗൈൻ നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ ആണ്. ഈ ഇംബാലൻസ് നിങ്ങളുടെ ലൈഫിലുള്ളത് ആ ഹാർട്ട് ബ്രേക്ക് കാരണമാണ്. അപ്പം മേ ബി നിങ്ങളെ ഒരു കൗൺസിലറിനെ അപ്രോച്ച് ചെയ്താൽ അവർ നിങ്ങളെ ഈ എനർജീനെ പുറത്തു വരാൻ ഹെൽപ്പ് ചെയ്യും, ഹീൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു പെർസ്പെക്റ്റീവ് കിട്ടും. അതുമാത്രമല്ല ഇതൊരു ഫ്രണ്ട് ആയിരിക്കാം ഹെൽപ്പ് ചെയ്യണോ നിങ്ങളെ ഈ എനർജീനെ പുറത്തു വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. ഓറൽസ് മേ ബി അവർ നിങ്ങളെ ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഔട്ട്കം എന്താണ്? ഇവിടെ ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? നിങ്ങൾക്ക് ഔട്ട്കം ഏസ് ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ ഈ എനർജി നിങ്ങൾ ഹീൽ ചെയ്ത് കഴിഞ്ഞിട്ട് വരാൻ പോണ എനർജി കുറേ പോസിറ്റീവാണ്. ഒരു പുതിയ ബിഗിനിങ് ഞാൻ ഡെഫിനറ്റ്ലി കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് അത് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. എസ്പെഷ്യലി ഫെബ്രുവരി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻറ്റ് മന്ത് ആയിരിക്കും. ഈ പുതിയ ബിഗിനിങ് മേ ബി അപ്പോഴാണ് വരാൻ പോണേ. പക്ഷെ ആദ്യം അഗൈൻ നിങ്ങൾക്ക് കുറച്ചൊരു സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ഇതിനെ സാബോട്ടാജ് ചെയ്യാൻ നോക്കും. അപ്പോൾ അത് കുറച്ച് സൂക്ഷിക്കുക. പക്ഷേ ഇത് വെരി സൂൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട് ഈ പുതിയ ബിഗിനിങ്, ഇത് പുതിയ സ്റ്റാർട്ട്. ഇത് അഗൈൻ കരിയറിലാവാം, റിലേഷൻഷിപ്പിലും ആവാം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. എന്നെ കോൺടാക്ട് ചെയ്യാൻ എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ലാച്ചാൽ വെബ്സൈറ്റിൻ്റെ ത്രൂ മെസ്സേജ് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.